രാജാതിരാജനും കർത്താതികർത്തനുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിന് മാത്രം മഹത്വം. ഇന്ന് ഈ വരുന്ന ചില ആഴ്ചകൾ ഏമൻ ഹാലയിലെ നമുക്ക് വചനത്തിൽ കാണുന്ന കുറേ പ്രാർത്ഥനകളെ പറ്റി നമുക്ക് നോക്കാം. ഇന്ന് ആദ്യമായി ഏമൻ ലൂക്കോസിന്റെ സുവിശേഷം 10 കാണുന്ന ബർത്തിമസിന്റെ പ്രാർത്ഥന നമുക്ക് നോക്കാം. കർത്താവ് അനേക കുരുടന്മാരെ സൗഖ്യമാക്കിയിട്ടുണ്ട്, എങ്കിലും ബർത്തിമസിന്റെ പേര് എടുത്തു പറയുന്നുണ്ട്. ഏമൻ ഹാലേലൂയ ഹാലേലൂയ. നമുക്ക് ആ സാഹചര്യം ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ഏമൻ കർത്താവ് വരുന്നു, അനേക ജനം കർത്താവിൻ്റെ പുറകിലുണ്ട്. എന്തൊരു ഒച്ചപ്പാടും എത്ര ബഹളമായിരിക്കണം ആ സ്ഥലത്ത്. ഏമൻ അതിൻ്റെ മധ്യയിൽ ഹൃദയം നുറുങ്ങി ഏമൻ ഹാലേലൂയ ഏമൻ ഹാലേലൂയ ദാവീദ് പുത്ര എന്നോട് കരുണ കാണിക്കണമേ എന്ന് പറഞ്ഞ് ഒരു വ്യക്തിയുടെ പ്രാർത്ഥനയ്ക്ക് മുൻപിൽ സ്വർഗം നിന്നു. ഏമൻ ഹാലേലൂയ. നമ്മൾ ഒരു റൂമിനകത്ത് ഒരു 10-20 പേര് ഏമൻ ഹാലേലൂയ ഒന്നിച്ച് ഒച്ചയ്ക്കിരുന്ന് സംസാരിച്ചാൽ ആ റൂമിൻ്റെ ഒരു അറ്റത്തിരിക്കുന്ന വ്യക്തിക്ക് മറ്റേ അറ്റത്തിരിക്കുന്നത് പോലും കേൾക്കത്തില്ല. ഏമൻ ഹാലേലൂയ. അതിൻ്റെ മധ്യയിലാണ് അത്ര തിരക്കിൻ്റെ ഇടയ്ക്ക് അത്ര ഒച്ചപ്പാടിൻ്റെ ഇടയ്ക്ക് ഏമൻ ഹാലേലൂയ ഒരു മനുഷ്യൻ്റെ നിലവിളിക്ക് മുൻപിൽ സ്വർഗം നിന്നു. ഏമൻ ഹാലേലൂയ ഹാലേലൂയ. എന്നിട്ട് കർത്താവ് ബർത്തിമസിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, എന്ത് ചെയ്തു തരണമെന്ന്. ആമേൻ ഹാലേലൂയ. പൊതുവെ നമ്മൾ കണ്ടിട്ടുണ്ട് ഏമൻ ഹാലേലൂയ ഭിക്ഷ യാചിക്കുന്നവരൊക്കെ ഏമൻ ആഹാരത്തിന് വേണ്ടി, വസ്ത്രത്തിന് വേണ്ടി, പൈസയ്ക്ക് വേണ്ടിയിട്ടൊക്കെ ചോദിക്കുന്നത്. പക്ഷേ ഇവിടെ ഏമൻ അസാധ്യമായ ഒരു കാര്യം തനിക്ക് വേണ്ടി ചെയ്തു തരുവാൻ ബർത്തിമസ് ചോദിക്കുകയാണ് ദൈവത്തിൻ്റെ അടുത്ത്. തനിക്ക് കാഴ്ച വേണമെന്ന്. ഏമൻ ഹാലേലൂയ. ആ നൊടി നിമിഷം തന്നെ ബർത്തിമസിന് കർത്താവ് കാഴ്ച കൊടുക്കുന്നുണ്ട്. ഏമൻ ഹാലേലൂയ ഹാലേലൂയ. ഇതുപോലെ ആവട്ടെ നമ്മുടെ പ്രാർത്ഥനകൾ. ഏമൻ ഹാലേലൂയ. അസാധ്യ കാര്യങ്ങൾ നമുക്കും പിതാവിൻ്റെ സന്നിധിയിൽ ഏമൻ അപേക്ഷിക്കണം. ഏമൻ ഹാലേലൂയ. ഏമൻ വചനത്തിൽ പറയുന്നുണ്ട് ഏമൻ ഹാലേലൂയ സ്വർഗത്തിൽ നമ്മളെ കരുതുവാൻ ഒരു പിതാവുണ്ടെന്ന. ഏമൻ ഹാലേലൂയ ഹാലേലൂയ. നമ്മുടെ സഭയെ പറ്റിയുള്ള അസാധ്യമായ കാര്യങ്ങൾ, നമ്മുടെ തലമുറകളെ ഓർത്തുള്ള അസാധ്യമായ കാര്യങ്ങൾ, ദേശങ്ങളെ ഓർത്തുള്ള അസാധ്യമായ കാര്യങ്ങൾ, അത് പ്രാർത്ഥനയായി ദൈവസന്നിധിയിൽ എഴുന്നേൽക്കട്ടെ. ഏമൻ ഹാലേലൂയ. ദൈവത്തിന് ഹിതമാണെങ്കിൽ ദൈവം തീർച്ചയായിട്ടും അത് നടത്തി തരും. ഏമൻ ഹാലേലൂയ. എസെക്കിയേൽ ഫ്രാൻസിസ് എന്ന ദേവദാസിൻ്റെ സാക്ഷ്യം ഞാൻ കേട്ടിട്ടുണ്ട്. ദേവദാസൻ ചെന്നൈയിലിരുന്ന് ഹൈദരാബാദിലേക്ക് പഠിക്കാൻ പോകുന്ന ദിവസങ്ങളിൽ ഏമൻ ഹാലേലൂയ കർത്താവിനെ അറിഞ്ഞ സമയങ്ങളിൽ ഏമൻ ഹാലേലൂയ ഓരോരോ സ്റ്റേഷനിലും ഇറങ്ങി ആ സ്ഥലത്തിനെ ദൈവത്തിന് വേണ്ടി യേശുവിന് വേണ്ടി ക്ലെയിം ചെയ്യുമായിരുന്നു അത്രേ. ഏമൻ വർഷങ്ങൾക്ക് ശേഷം ഇന്ന് അതേ സ്ഥലങ്ങളിൽ ഏമൻ ഹാലേലൂയ ദൈവം മിനിസ്ട്രി കൊടുത്തിട്ടുണ്ട്. ഏമൻ ഹാലേലൂയ ഹാലേലൂയ. നമ്മൾ ആരാധിക്കുന്നത്, നമ്മൾ സേവിക്കുന്നത്, നമ്മളെ പ്രാർത്ഥനകൾ പോകുന്നത് ജീവിക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക്. ഏമൻ ഹാലേലൂയ. ദൈവം അസാധ്യങ്ങളുടെ ദൈവമാണ്. ഏമൻ ഹാലേലൂയ. എനിക്ക് കഴിയാത്ത കാര്യം എന്തെങ്കിലും ഉണ്ടോയെന്ന് ദൈവം തന്നെ നമ്മളോട് ചോദിക്കുമ്പോൾ ഏമൻ ഹാലേലൂയ ഏമൻ ഹാലേലൂയ ഉറപ്പോടെ ധൈര്യത്തോടെ ആ കൃപാസനത്തിലേക്ക് നമ്മൾ ചെന്ന് കയറാം. ഏമൻ ഹാലേലൂയ. ദൈവ സന്നിധിയിൽ ഏമൻ ഹാലേലൂയ ഏമൻ ഹാലേലൂയ നമുക്ക് പ്രാർത്ഥനകൾ ഏറ്റെടുക്കാം. ഏമൻ ഹാലേലൂയ. അസാധ്യങ്ങളെ നമുക്ക് വേണ്ടി ചെയ്യുന്ന ദൈവം ഇന്നും ജീവിക്കുന്നു. ദൈവം നടത്തി തരും. ഈ വചനങ്ങളാൽ ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.